നമുക്ക് ജീവിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാമ്പത്തികമാണ്. അതുപോലെ ആവശ്യമാണ് ആരോഗ്യവും. അപ്പം എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും ആരോഗ്യമില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പം അതിനോടൊപ്പം സാമ്പത്തികവും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം? സാമ്പത്തിക അഭിവൃദ്ധിക്ക് നമുക്ക് വാസ്തുപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാം? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു രീതിയിലോട്ട് പോകാനായിട്ട് ഈ മഹത്തായ വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കും. അതുപോലെ നമുക്കിപ്പോൾ ഒരു കാരണവശാൽ നമ്മളത് ചെയ്തപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചിലർ വീട് വയ്ക്കുമ്പോഴത്തേക്ക് അവർ പറയും, "അയ്യോ, വാസ്തു നോക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന്" പറഞ്ഞിട്ട് അവർ നല്ലൊരു വാസ്തുവിനെ കൊണ്ടുവന്ന് ഇത് പിന്നെ വസ്തുവും കാണിച്ച് അപ്പോൾ അതിൻ്റെ പ്ലാനും വരച്ചെടുത്ത് പണി അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതിൽ മെയിൻ മേശരി പറയും, നമുക്ക് ഇവിടെ ഒരു പിന്നെ റൂമിന് ഇത്തിരി കൂടെ വലിപ്പം വേണമെങ്കിൽ ഇവിടെ കൂട്ടാം എന്ന് പറയും. അപ്പോൾ അവർ പറയും, ശരിയാണ്, ഇവിടെ വലിപ്പം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായി. അല്ലെങ്കിൽ മേശരി പറയുന്നില്ല, ഗൃഹനാഥൻ പറയുന്നു, ഇത് നമ്മളുടെ ബെഡ്റൂം ഇത്തിരി ചെറുതായിപ്പോയി, അത് കട്ടിലും ഇട്ട് ഒരു മേശയും അലമാരയും കൂടെ ഒക്കെ വയ്ക്കുമ്പോൾ ഇടുങ്ങിപ്പോവും, നമുക്കിത് അല്പം ഒന്ന് വലുതാക്കാം. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ആ നിർദ്ദേശം അനുസരിച്ച് ഒന്ന് വലുതാക്കുമ്പോഴത്തേക്കും ആ വാസ്തു എടുത്തിരുന്ന ആ മൊത്തത്തിലുള്ള ചുറ്റളവും ബെഡ്റൂമിൻ്റെ ഇതും അളവും എല്ലാം അവിടെ തെറ്റി. ഇവർ വലുതാക്കി അനുസരിച്ചിട്ട് ഈ അളവ് അവർ ഉദ്ദേശിച്ച ചുറ്റിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ അത് വാസ്തുപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാം. അതുപോലെ തന്നെ പലരും വീട് വെച്ചിട്ട് കന്നിമൂലയിൽ ഒരു കുറ്റി അടിച്ചു. കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു കുറ്റി പിടിച്ചു. അവിടെ ഒരു കന്നിക്കുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗത്തിലോട്ടോ വെസ്റ്റിലോട്ടോ പിന്നെ നിർമ്മിതി പാടില്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ കന്നിക്കുറ്റി അവിടെ അടിച്ചതിന് ശേഷം, ഇപ്പം ഞാൻ അടുത്ത സമയത്ത് കൊല്ലത്തൊരു വീട് കൺസൾട്ട് ചെയ്തപ്പം അവരിതുപോലെ കന്നിമൂലയിൽ കുറ്റി അടിച്ച് വീട് വെച്ചിട്ട് അവിടെ അടുക്കള എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റിലാണ് അടുക്കള നിൽക്കുന്നത്. ഈ സൗത്ത് ഈസ്റ്റിലുള്ള അടുക്കള ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനും അവർക്ക് അവിടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് അവിടെ ഒരു സൗത്ത് ഈസ്റ്റിൻ്റെ അവിടെ തൊട്ട് പുറത്തോട്ട് മാറി അവരൊരു ചെറിയ ഒരു 5 അടി വീതി വരുന്ന ഒരു 10 അടി നീളം വരുന്ന ഒരു ചെറിയ റൂം ആ സൈഡിലോട്ട് പണിഞ്ഞപ്പോൾ അവർക്ക് അവിടെ എന്താ സംഭവിച്ചത്? ആ വീടിൻ്റെ കന്നിമൂല മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ കന്നിക്കുറ്റി അടിച്ച് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് അവർ വീണ്ടും പണിഞ്ഞപ്പോഴത്തേക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം വീട്ടിൽ മിസ്സായി. അപ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നം കൊണ്ട് അവർ പൊറുതിമുട്ടി നിൽക്കുകയാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ നമ്മൾ ആ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വാസ്തുവിനെ കണ്ടിട്ടാണ് നമ്മൾ കണക്കുകളും കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആ വാസ്തു നിയമത്തിനനുസരിച്ച് തന്നെ നമ്മൾ വീട് വയ്ക്കണം. പിന്നെ നമ്മളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതിലൊരു മാറ്റം നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമ്മളത് വാസ്തുവുമായിട്ട് സംസാരിച്ച് അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വയ്ക്കുക. പിന്നെ അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഇത് മാറ്റുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ആ വാസ്തുവിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ തെറ്റിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വാസ്തുപരമായിട്ട് വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ നമുക്ക് വാസ്തുവിൻ്റെ എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് നമ്മൾ വെച്ച സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയോ അതല്ലെങ്കിൽ നമ്മളത് നോക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചില ടൂൾസുകൾ അല്ലെങ്കിൽ ചെറിയ ചില എലമെൻറ്റ്സ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സിംബോളിക്കായിട്ടുള്ള ചില പിന്നെ ചിത്രങ്ങൾ, രൂപങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ എനർജിയെ ബാലൻസ് ചെയ്യാനും പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാനും ആ പോസിറ്റീവ് എനർജിയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം, തൊഴിൽ, കുടുംബജീവിതം അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചില ടൂൾസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നം ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതുക. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർഫാൾസിൻ്റെ, വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്വീകരണമുറിയുടെയാണ്, സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം നിങ്ങൾ വെച്ച് നോക്കും. അപ്പോൾ അത് നിങ്ങളെ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാം. അതുപോലെ അവിടെ ചെയ്യാവുന്ന മറ്റ് 2 ടൂൾസുകളെന്ന് പറയുന്നത് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ നിങ്ങൾ വീടിൻ്റെ തെക്ക് കിഴക്ക് കോർണറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യൂ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ അവിടെ വയ്ക്കാവുന്നതാണ് അക്വേറിയം വെച്ചിട്ട് അവിടെ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. അങ്ങനെ സാമ്പത്തികം കൊണ്ടുവരാനായിട്ട് ഇത്തരം ടൂൾസുകൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ 1-ൽ കൂടുതൽ ടൂൾസുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണമുറിയുടെ, ലിവിങ് റൂമിൻ്റെ അല്ലെങ്കിൽ ഹാളിൻ്റെ സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു അരോന മത്സ്യത്തിൻ്റെ രൂപമോ ചിത്രമോ വെച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു എനർജി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കൗ ആൻഡ് ചൈൽഡ്, പശുവും കുട്ടിയും കൂടെ, പശുക്കുട്ടി ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നിങ്ങളുടെ പിന്നെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള ടൂൾസുകളും ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രവും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.